പാലാ നഗരസഭയിൽ ഇന്നൊരു അവിശ്വാസ പ്രമേയം പാസ്സായി. യഥാർത്ഥത്തിൽ അവിശ്വാസം അവതരിപ്പിച്ചത് UDF ആണ്. പക്ഷെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച UDF അതിൽ നിന്ന് പിന്മാറി. അവരിന്ന് വോട്ടിൽ പങ്കെടുത്തില്ല. പക്ഷേ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ധാരണ പ്രകാരം ഇപ്പോഴത്തെ ചെയർമാൻ ഷാജി തുരുത്തൻ 3-ാം തീയതി രാജിവെച്ച് മറ്റൊരാൾക്ക് അവസരം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകാത്തതുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഞങ്ങളത് ഉപയോഗിച്ചു. ഞങ്ങളുടെ LDFൻ്റെ 14 അംഗങ്ങൾ ഇന്ന് നിലവിലുള്ള ചെയർമാന് അവിശ്വാസം രേഖപ്പെടുത്തി അദ്ദേഹത്തെ പുറത്താക്കി. അത് വളരെ സന്തോഷകരമായിട്ടല്ല. പക്ഷെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്ക് അതിൽ ഡിസിപ്ലിൻ പാലിച്ചേ പറ്റൂ. തന്നെയുമല്ല, കൗൺസിലർമാർ തമ്മിലുള്ള ഈ സ്ഥാനങ്ങൾ വീതം വെക്കുന്ന കാര്യത്തിൽ ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു എഗ്രിമെൻറ്റ്, റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ട്. 10 കൗൺസിലേഴ്സും ജില്ലാ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും പാർട്ടി നിയമമണ്ഡലം പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെട്ട എഗ്രിമെൻറ്റ് 13 പേര് ഉൾപ്പെട്ട എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ ഇതൊഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു. തന്നെ ഇപ്പോൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഒരു 12ഓളം എഗ്രിമെൻറ്റുകൾ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ബ്ലോക്കിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം പാലിക്കപ്പെട്ട് അതനുസരിച്ചുള്ള സ്ഥാന മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പം നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഈ മെമ്പർ രാജിവെക്കാൻ തയ്യാറാത്തതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഇപ്പം അവിശ്വാസത്തോടെ പുറത്താക്കേണ്ടി വന്നു. ഇനി പകരം ഞങ്ങൾ തീരുമാനിച്ച ആൾക്ക് അടുത്ത ദിവസം ഇലക്ഷൻ നടത്തി പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കും. ഒറ്റക്കെട്ടാണ്. കാരണം LDFന് 5 മെമ്പർമാരും ഞങ്ങളുടെ 9 മെമ്പർമാരും കൂടിയാണ് ഇന്ന് അവിശ്വാസം പാസ്സാക്കിയത്. അതിനകത്തൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ അവരിന്ന് പങ്കെടുത്ത അവിശ്വാസം ഞങ്ങൾ പ്രസ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് UDFനുണ്ടായി. കാരണം അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, യഥാർത്ഥത്തിൽ അവരുടെ അവിശ്വാസ പ്രമേയം അവർ ജെനുവിനായിട്ട് കൊണ്ടുവന്നതല്ല, അത് രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ആ രാഷ്ട്രീയ കളിയിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ആ നിലയ്ക്ക് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ UDFൻ്റെ രാഷ്ട്രീയ കളി നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ, ഡിസിപ്ലിൻ്റെ പേരിൽ, എഗ്രിമെൻ്റ് പേരിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ചെയർമാനെ ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ എഗ്രിമെൻ്റ് ഉള്ളതാണ്. തോമസ് പീറ്റർ എന്ന് പറയുന്ന ആളാണ് അടുത്ത രാഷ്ട്രീയ വർഷത്തെ ചെയർമാൻ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വീണ്ടും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് റിപ്പോർട്ട് ചെയ്ത് അവർ ഇലക്ഷൻ ഡേറ്റ് നൽകുമ്പോൾ അടുത്ത ആളെ തിരഞ്ഞെടുക്കും. അത് പഞ്ചായത്തുകളിലും ബ്ലോക്കിലും ജില്ലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ജനാധിപത്യ പ്രോസസ് അങ്ങനെയാണല്ലോ. പലർക്കും അവസരം കിട്ടണം, അല്ലെങ്കിൽ കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതെ, വീഴ്ത്തി എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ നിലയ്ക്ക് ശരിയാണ്. പക്ഷേ നമുക്ക് വരുത്തേണ്ട വന്നൊരു ഗതികേട്, അദ്ദേഹം പാലിക്കാത്ത ഒരു എഗ്രിമെൻ്റ് വന്നപ്പോൾ നമുക്കത് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് വലിയ സന്തോഷമുള്ള കാര്യമല്ല. പക്ഷേ രാഷ്ട്രീയമായി എഗ്രിമെൻ്റ് പരമായി നമുക്ക് അത് ചെയ്തേ പറ്റൂ. കാരണം നീതി എല്ലാവരോടും പുലർത്തണമല്ലോ. എഗ്രിമെൻ്റിൽ വെച്ച് ഒപ്പിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളൊക്കെ സമയാസമയം മാറി കൊടുക്കാമെന്ന് അത് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരാൾ പാലിക്കാതെ നിന്നാൽ നമുക്കതിനെ അവഗണിക്കാൻ പറ്റുകയില്ല. പാർട്ടിയുടെ ഡിസിപ്ലിൻ മാനേജ് ചെയ്യേണ്ടതുണ്ട്, എഗ്രിമെൻ്റ് പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് എല്ലാവർക്കും മാതൃകാപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല, UDF യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ സംഭവിച്ചത് അവര് അവിശ്വാസം UDF അല്ല, ഒരു സ്വതന്ത്ര മെമ്പറാണ്, ജിമ്മി എന്ന സ്വതന്ത്ര മെമ്പറാണ് ഒരു അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തത്. അതിൽ UDFൻ്റെ 8 പേര് പിന്തുണച്ചു. പക്ഷെ ഇന്ന് അവർ പ്രസന്റായി അവർ പറഞ്ഞത് ഞങ്ങൾ ആ അവിശ്വാസം പ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പ്രസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? അപ്പോൾ അവരുന്നയിച്ച കാര്യങ്ങളെല്ലാം മാറ്റപ്പെട്ടോ? അവർ നിലവിലുള്ള ചെയർമാനെയും അല്ലെ ഭരണകക്ഷിക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഒരു ഹാജരായി പറയാം ഞങ്ങൾ ആ അവിശ്വാസം പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ജെനുവിനല്ല, ആ വിശ്വാസം ഗുണപരമല്ല, ആ വിശ്വാസം രാഷ്ട്രീയമായ ശരിയായ രീതിയിലല്ല. അത് ഒരു കളിപ്പീര്, ഒരു പറ്റിക്കല്, ഒരു വഞ്ചന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, രാഷ്ട്രീയമായ ഒരു കള്ളത്തരം. അതിന്ന് പൊളിഞ്ഞിരിക്കുന്നു. UDFൻ്റെ രാഷ്ട്രീയ കള്ളത്തരം ഇന്ന് പൊളിഞ്ഞിരിക്കുന്നു. പക്ഷേ പൊളിച്ചത് ഞങ്ങളുടെ ഒരാളെ മാറ്റേണ്ട അവസരം വന്നുകൊണ്ടാണ്. അവർക്ക് തുരത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അവിശ്വാസം പാസ്സാകാൻ ചെയർമാൻ വേണമെന്നില്ല, അതിന് ഹാജരാകണമെന്നില്ല. അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ അത് നോട്ടീസ് കൊടുക്കുക. അതെല്ലാ മെമ്പർമാർക്കും നോട്ടീസ് കൊടുക്കും. പാലാ മുനിസിപ്പാലിറ്റി 26 പേരാണുള്ളത്. അപ്പോൾ അവിശ്വാസ പ്രമേയ നിയമം അനുസരിച്ച് 26 പേരിൽ 13 പേര് ഒരു അവിശ്വാസം വന്നു കഴിഞ്ഞാൽ അതിന് നോട്ടീസ് കൊടുക്കും എല്ലാവർക്കും. ആ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ പകുതി പേര് ഹാജരാകണം. 26-ൽ 13 പേര് ഹാജരായാൽ അവിശ്വാസം ചർച്ച ചെയ്യണം. അവിശ്വാസം പാസ്സാകണമെങ്കിൽ 50+1, പകുതി കൂടുതൽ ഒരാളും കൂടെ വേണം. അതാണ്
13+1 അപ്പോൾ അവിശ്വാസം പാസ്സായി. അത് മാത്തമാറ്റിക്സും ചട്ടവും നിയമവും റൂളും ഒക്കെയാണ്.